ഗംഭീര വർക്കാണ്. അതായത് ഒരുപക്ഷെ പുഷ്പ ഒരു 500 കോടി 1000 കോടിയൊക്കെ നേടിയ പടമായിരിക്കും. പക്ഷേ ഇത് ആ 500 കോടി 1000 കോടി ചിലപ്പോൾ ഒരുപക്ഷെ നേടില്ലായിരിക്കും. പക്ഷേ ഒരു മേക്കിംഗ് ബേസിൽ, സ്ക്രിപ്റ്റ് ബേസിൽ, സ്റ്റോറി ബേസിൽ, എല്ലാ തിരക്കഥ എല്ലാ ഗംഭീര രീതിയിൽ ഇത് വേറൊരു ലെവലിൽ നിൽക്കുന്നൊരു പടമാണ്. ഇതൊരു കൊമേഴ്സ്യൽ പടത്തേക്കാളുപരി ഒരു എന്താ പറയുക, സിനിമാറ്റോഗ്രാഫിയും എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക ഉഗ്ര പാക്കേജാണ്. ഇത് എന്താണ് സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിലായ ബുദ്ധയാണ്. കാരണം ഇത് ഒരു വെറും ഒരു എന്താ പറയുക കൊമേഴ്സ്യൽ സിനിമ പോലെയുള്ള ഒരു സാധനമല്ല. പിന്നെ ഒരു പക്ഷേ ചിലപ്പം ഈ സിനിമയും ചിലപ്പം എനിക്ക് തോന്നണില്ല മറ്റേ ബുദ്ധിജീവികളൊക്കെ ചിലപ്പോൾ കണ്ടിട്ട് എന്താ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറയും പോലെ അല്ല. ഇതിൽ നല്ല സ്റ്റോറിയുണ്ട്, നല്ല സ്ക്രിപ്റ്റാണ്, ഉഗ്രൻ ഡയറക്ഷനാണ്, ഉഗ്രൻ അതിനേക്കാളും ഉപരി നല്ല ഒന്നാം തരം പെർഫോമൻസ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് എന്താ പറയുക ഷമ്മി തിലകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ്. അത് കാണാൻ ആഗ്രഹമുള്ളവർ ഈ റോളിന് പൃഥ്വിരാജും ഷമ്മി തിലകനും അല്ലാണ്ട് വേറെ ആരും ആപ്റ്റും അല്ല. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉഗ്രം പടമാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ആക്ച്വലി ഈ പടം നന്നായിട്ട് രസമുണ്ട്, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ ആക്ച്വലി ആഡിയോസിന് ശേഷം പുള്ളിയുടെ പെർഫോമൻസ് നമുക്ക് നാച്ചുറലായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രിയം വരെ റൊമാൻസ് ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ജെയ്സിൻ്റെ മ്യൂസിക് ആയിക്കോട്ടെ രസമുണ്ട്. പിന്നെ വിഷ്വൽസ് ഒക്കെ നല്ല ബ്ലീസിങ് ആണ്. പിന്നെ ഇതൊരു ആക്ച്വലി അറിഞ്ഞിടത്തോളം ഇത് നോവലിന് അഡാപ്റ്റേഷൻ ആണെന്നാണ് തോന്നുന്നത്. ഈ നമ്മുടെ അങ്ങേരുടെ ഇന്ദുഗോപൻ്റെ തന്നെ വിലാത് എന്ന് പറയുന്ന നോവലുണ്ട്, അതിൻ്റെ അഡാപ്റ്റേഷനാണ്. പക്ഷേ എന്താണ് ആ നോവൽ വായിച്ചതിനേക്കാളും കുറച്ചും കൂടി രസകരമായിട്ട് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നി. ഡയറക്ഷനും കുഴപ്പമില്ല. സച്ചി ആയിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ ആയിരിക്കില്ല സെലിബ്രേറ്റ് ചെയ്യപ്പെടുക, അത് ഉറപ്പാണ്, ഡൗട്ട് വേണ്ട. ഇദ്ദേഹം മോശമാണെന്നല്ല, സച്ചി സാറായിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേനെ. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് എത്തിയപ്പം എന്താണ് കൊള്ളാം. പക്ഷേ അവർ ആ കണ്ടൻറ്റ് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്തത് ഒരു പക്ഷേ ജനറൽ ഓഡിയൻസിന് ദഹിക്കുമെന്ന് അറിയില്ല. ഡ്യൂറേഷൻ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ പടം രസമുണ്ട്. പിന്നെ ഇത് മറ്റ് ഫിലിംസോട് കമ്പയർ ചെയ്യരുത്. പൃഥ്വിരാജിൻ്റെ അതൊരു നല്ല പെർഫോമൻസ് ആണ്. നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ നല്ല രസമുള്ളൊരു മൂവി. അത്രയാണ് എനിക്ക് പറയാനുള്ള പടം. നല്ല പടം, വളരെ നല്ല പടം. നല്ല എഴുത്ത്, ഇന്ദുഭവൻ എൻ്റെ എഴുത്ത് നല്ലത്. അപ്പോൾ നമ്മുടെ ജയൻ നമ്പ്യാരുടെ ഡയറക്ഷൻ, പൃഥ്വിരാജിൻ്റെ അഭിനയം എല്ലാം കൊണ്ടും ജെക്സ് ബിജോയുടെ മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. വളരെ നല്ല പടം. അടിപൊളി പടം. കുറേ കാലം കൂടി നല്ല ഒരു സിനിമ ഉണ്ട്. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് സൂപ്പർ. ഫിലിം നല്ല സ്റ്റോറി കൊള്ളാം, എല്ലാം കൊണ്ടും നല്ല. പൃഥ്വിരാജ് സൂപ്പർ. ഓക്കെ, ഒന്നും പറയാനില്ല. ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു ഡൈഹാർഡ് ഫാനാണ്. അതുപോലെ തന്നെ ഇന്ദുഗോപൻ സാറിൻ്റെ എഴുത്തും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഈ പുസ്തകം വായിച്ചിട്ടാണ് സിനിമ കാണാൻ വന്നത്. പുസ്തകം വായിച്ചപ്പോൾ തന്നെ ക്യാരക്ടർ ആരൊക്കെ ചെയ്യണം എന്നുള്ളൊരു പൃഥ്വിരാജ് ഓൾറെഡി ഫിക്സഡ് ആയിരുന്നു ക്യാരക്ടർ. പക്ഷേ സെക്കൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വേഷം ആര് ചെയ്യണമെന്ന് ഉള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വന്നത് തിലകൻ സാറിൻ്റെയാണ്. എന്തുകൊണ്ടും ആ കാസ്റ്റിങ്ങും ഷമ്മി തിലകൻ സാർ തന്നെ വന്നപ്പോൾ ഒന്നും പറയാനില്ല, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ ഇട്ടിരുന്നു. ഒരു ലാഗും ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വായിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നെക്സ്റ്റ് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്തൊരാൾക്ക് വീണ്ടും എന്താണ് ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ പൃഥ്വിരാജ് വളരെ സൂപ്പർബായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നായിക, ശരിക്കും സ്ക്രീൻ പ്രസൻസും ആ ഒരു എന്താണ് പറയുന്നത് പുള്ളിക്കാരുടെ ആ ഒരു പവർഫുൾനെസ് അതെന്ന് പറയുന്നത് ഭയങ്കര സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ലാസ്റ്റ് സീൻസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. സൂപ്പറായിട്ട്.